ധന്യ എന്തോ ഇന്ന് നമ്മൾ വന്നത് എന്തിനാന്നറിയോ? എന്തിനാന്നറിയോ? നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി, അതേപോലെ ഞങ്ങളുടെ പ്രഡിക്ഷൻസ് പറയാനോ. അതെ, ഇത് കണ്ടപ്പോൾ കുറച്ച് ക്യൂരിയോസിറ്റി തോന്നി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ ഞങ്ങളുടെ പ്രഡിക്ഷൻസ് ഉണ്ട് പറഞ്ഞേക്കാം. ശരിയാവോ തെറ്റാവോ എന്ന് നാളെ അറിയുള്ളൂ. കാരണം നാളെയാണ് എമ്പുരാൻ റിലീസ് ആവുന്നത്. ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്തായാലും ശരിയാവുമെന്ന് എനിക്കറിയാം. നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. ഇപ്പൊ എല്ലാവരും അതാണല്ലോ, ഫേസ്ബുക്കിലും എല്ലാത്തിലും ചർച്ചയാണ്. ഇവരാണ് അവരാണ് എന്ന് പല പേരുകൾ വരുന്നുണ്ട്. ആരെയെന്ന് മനസ്സിലായില്ലേ? നമ്മളെ ഡ്രാഗൺ ജാക്കറ്റ് ഇട്ടിരിക്കുന്ന ഇതാരായിരിക്കും എന്നുള്ളതാണ് മൊത്തം എല്ലായിടത്തും ചർച്ച. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതൊരു സ്പോയിലർ ആയിട്ട് ഒന്നും അല്ല കേട്ടോ. ഇപ്പൊ എന്തായാലും ഓൾറെഡി മീഡിയയിൽ മൊത്തം ആൾക്കാർ പലരെയും പേര് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ എന്തായാലും ഗസ് ചെയ്തേക്കാം. വടിവേലു അല്ല, വടിവേലു. ഞാൻ പറയണത് ഞാൻ പറയട്ടെ. ഞാൻ പറയുന്ന ആളെ തന്നെ നീ പറയൂ. ഇപ്പൊ ഞാൻ ഓൾറെഡി ആളെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ പറയാണ് ആ പേര് ഞാൻ പറയാ, ആ പേര് ഏട്ടൻ പറയണ്ട, ഏട്ടൻ അങ്ങനെ. അല്ല ആദ്യം ഞാൻ പറഞ്ഞ ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നതെന്ന് പറഞ്ഞാല് ടൊവിനോ ആവുന്ന, ടൊവിനോ തന്നെ ആയിരിക്കും ആ ജാക്കറ്റ് ഇട്ടതെന്നാണ് ആദ്യം എനിക്ക് തോന്നിയിരുന്നത് കേട്ടോ. ഈ ഫുൾ ഫോട്ടോ ഉള്ളപ്പോഴല്ല, ട്രെയിലറിൽ കാണിക്കുന്ന സമയത്ത്. ആരൊക്കെ അറിയുന്നപ്പോ ആദ്യം തോന്നിയിരുന്നത്? ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ എനിക്ക് തോന്നിയത് പൃഥ്വിരാജ് ആണെന്നാണ്. പിന്നെ ഫുൾ ഫോട്ടോ വന്ന സമയത്ത് പിന്നെ ആരാ നമ്മള് ഇപ്പം എന്താണ്, പിന്നെ അതില് വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഒരു കൊറിയൻ ആക്ടറെ കുറിച്ചൊക്കെ ഈ മറ്റേ ഇതിലിങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അയാളെ എനിക്കറിയാത്തതിനെ കൊണ്ട് ഞാൻ അങ്ങനെ എന്തായാലും വിചാരിച്ചിട്ടുമില്ല. പൃഥ്വിരാജ് ആണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ട് ആരെ പോലെയാണ് തോന്നിയത്? ഇനി ഞങ്ങൾക്ക് കമന്റ് ചെയ്യണം. കാരണം എത്രത്തോളം മാക്സിമം ആൾക്കാർ ശരിയാവും അറിയാനായി ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ നാളെ രാവിലെ 6 മണിക്ക് മോർണിംഗ് ഷോ തന്നെ ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇതറിയണം എന്നുള്ളതിനെ കൊണ്ടും പിന്നെ ആ സിനിമയിലുള്ള എക്സൈറ്റ്മെന്റ് ഉള്ളതിനെ കൊണ്ടും. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയുക, സ്പോയിലർ പിന്നെ 9 മണിയാകുമ്പോഴേക്കും പിന്നെ സ്പോയിലേഴ്സ് ഇറങ്ങി തുടങ്ങും. അപ്പം അതിനു മുന്നേ അത് കാണണം എന്നുള്ളതിനെ കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് അതാരായിരിക്കും ഇപ്പം ട്രെൻഡിങ്ങിലായിട്ട് നിൽക്കുന്നത് ഒരു സംഭവം ഞങ്ങൾ കാണാനിടയുണ്ടായിട്ടോ. കാരണം പൃഥ്വിരാജ് ഒരു ഫോട്ടോ 2023 ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജിന്റെ. ആ ആളെ കൂടെ നിന്നിട്ട്, ആ ആളാരാന്നും കൂടി ഞങ്ങൾ പറയുന്നില്ല. 2023 ഫെബ്രുവരി എന്താണെന്ന് തോന്നുന്നു ഒരു ഫോട്ടോ, ഒരു ബോളിവുഡ് ആക്ടറാണ്, അയാളെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ചെവിയാണ് അയാളുടെ പ്രത്യേകത. ആ ചെവി കണ്ടിട്ടാണ് പലരും അയാളെ കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നാളെ എമ്പുരാന്റെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ തരുന്നതാണ്. അതുവരേക്കും ബൈ.